നിരവധി അസംതൃപ്തരായ കമ്മ്യൂണിസ്റ്റ് അടിമകളായി ജീവിക്കാൻ പറ്റാത്ത നിരവധി ആളുകൾ പാലക്കാട് ജില്ലയ്ക്കകത്തുണ്ട്. ജില്ലാ കമ്മിറ്റിയെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതുപോലെ ഒരു പ്രതികരണ ശേഷിയും ഇല്ലാത്തവരായി കുറേ പേരെ മാറ്റി അടിമ കമ്മ്യൂണിസ്റ്റുകളായി നിർത്തി ഈ സംഘടന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് പ്രതികരിക്കുന്ന നിരവധി സഖാക്കൾ, നല്ല കോമ്രേഡ്സ് ഉണ്ട് പാർട്ടിക്കകത്തുണ്ട്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ രൂപീകരിക്കണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പോൾ പാർട്ടിക്കകത്ത് ജനാധിപത്യം ഇല്ലല്ലോ, അടിച്ചേൽപ്പിക്കുകയാണ്, പറയുന്നത് കേട്ടാൽ മതി എന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളിലെല്ലാം ഒരു ശക്തമായിട്ടുള്ളൊരു വിമർശനമോ ചർച്ചയോ സ്വയം വിമർശനമോ ഒന്നും നടക്കുന്നില്ല. അസംതൃപ്തരായ നിരവധി ആളുകളുടെ പിന്തുണ ഈ പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുണ്ട്. ആ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം ഈ അസംതൃപ്തരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണെങ്കിൽ അതൊരു വലിയ ശക്തിയായിട്ട് മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് CPM പ്രമുഖർ കടക്കുന്ന രീതിയിൽ വിവരങ്ങൾ വരുന്നത് കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് അതിന് നേതൃത്വം ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. അതായത് നിരവധി അസംതൃപ്തർ ഈ പാലക്കാട് ജില്ലയ്ക്കകത്ത് CPIM-ലുണ്ട്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാഥമിക ചർച്ച മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. നിരവധി അസംതൃപ്തരായ കമ്മ്യൂണിസ്റ്റ് അടിമകളായി ജീവിക്കാൻ പറ്റാത്ത നിരവധി ആളുകൾ പാലക്കാട് ജില്ലയ്ക്കകത്തുണ്ട്. ഈ പാലക്കാട് ജില്ലയിലെ മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നേതൃത്വത്തിൻ്റെ അഹങ്കാരവും ധിക്കാരത്തിൻ്റെയും ഭാഗമായി ഇങ്ങനെ അടിമകളായി കുറേ പേരെ നിർത്തി ഈ സംഘടന കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിനെതിരായിട്ട് പ്രതികരണ ശേഷിയുള്ള നിരവധി നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ജില്ലയിൽ ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതുപോലെ ഒരു പ്രതികരണ ശേഷിയും ഇല്ലാത്തവരായി കുറേ പേരെ മാറ്റി അടിമ കമ്മ്യൂണിസ്റ്റുകളായി നിർത്തി ഈ സംഘടന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് പ്രതികരിക്കുന്ന നിരവധി സഖാക്കൾ, നല്ല കോമ്രേഡ്സ് ഉണ്ട് പാർട്ടിക്കകത്തുണ്ട്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ രൂപീകരിക്കണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. തീർച്ചയായും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർ നല്ല പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഫോണിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ നേതൃത്വത്തോട് കലഹിച്ച് നിൽക്കുന്ന PK ശശി എല്ലാം പറയുന്ന അങ്ങനത്തെ ഒരു നേതാവാണെന്നുള്ളതാണ്. അപ്പോൾ തരംതാഴത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. PK ശശി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലുള്ള മറ്റു നിരവധി നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്ത് ജില്ലയിൽ ഇപ്പോഴും അടിമകളായി ഒരു പ്രതികരണ ശേഷിയുമില്ലാതെ നിൽക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പ്രാഥമിക ചർച്ചയാണ്, പക്ഷെ അതിൻ്റെ ഒരു പൂർത്തീകരണമൊന്നും വന്നിട്ടില്ല. ഇല്ല, അത് പേരൊന്നും നിശ്ചയിച്ചിട്ടില്ല. അതായത് ജനാധിപത്യ രീതിയിലുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പാർട്ടിക്കകത്ത് ജനാധിപത്യം ഇല്ലല്ലോ, അടിച്ചേൽപ്പിക്കുകയാണ്, പറയുന്നത് കേട്ടാൽ മതി എന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളിലെല്ലാം ഒരു ശക്തമായിട്ടുള്ളൊരു വിമർശനമോ ചർച്ചയോ സ്വയം വിമർശനമോ ഒന്നും നടക്കുന്നില്ല. പറയുന്നത് കേട്ടാൽ മതി, അത് അംഗീകരിച്ചോളണം, അനുസരിച്ചോളണം എന്ന നിലയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ട് പ്രതികരണ ശേഷിയുള്ള നിരവധി ആളുകളുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മധുര പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ള എല്ലാ ചെറിയ ഗ്രൂപ്പുകളെ പോലും ഉൾപ്പെടുത്തി പാർട്ടി ശക്തിപ്പെടുത്തണമെന്ന തീരുമാനമാണ് പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൊഴിഞ്ഞാമ്പാറയിൽ തന്നെ നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾ 142 പാർട്ടി അംഗങ്ങൾ പരാതി കൊടുത്തിട്ട് വർഷങ്ങളായിട്ടും ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ PB അംഗങ്ങൾക്കും പരാതി കൊടുത്തിട്ടും എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാന കാരണമെന്ന് പോലും ഒരാൾ പോലും അതെന്താണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ആ നിലയിലേക്ക് പാർട്ടി അധപ്പതിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി? പിന്നെ എന്തിനാണ് പാർട്ടിയിൽ കൺട്രോൾ കമ്മീഷൻ ഇതെല്ലാം തീരുമാനിക്കുന്നത് സമ്മേളനത്തിൽ? അവർക്കെല്ലാം എന്താണ് ഇതിൻ്റെ പണി? അപ്പോൾ ആ നിലയിൽ ഒരു കാര്യവും ചെയ്യില്ല. ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്ന നിലയിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പ്രത്യയശാസ്ത്രവും ബലികഴിക്കപ്പെടുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പാർട്ടി പോകുന്നത്. അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ എല്ലാം പ്രതികരണം വരുന്നത്. അത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കൊഴിഞ്ഞാമ്പാറയിൽ ഇന്ത്യ മുന്നണിയായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചിട്ടുള്ളത്. ഇന്ത്യ മുന്നണി UDF സഖ്യമായിട്ടാണ്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ
കോൺഗ്രസും CPM-ഉം ഒരേ പ്ലാറ്റ്ഫോമിലാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ സഭയാണല്ലോ ലോകസഭ. ലോകസഭയിൽ CPIM-ൻ്റെ അംഗങ്ങൾ ആരുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് അവിടെ പാർലമെൻറ്റ് അംഗങ്ങളായിട്ടിരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ട് പഞ്ചായത്തിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിച്ചിട്ട് ഇരിക്കാൻ പാടില്ല? അപ്പോൾ CPIM എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയല്ലേ? അവർക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു നയമല്ലേ ഉണ്ടാവേണ്ടത്? എന്തുകൊണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും വ്യത്യസ്ത നയങ്ങൾ സ്വീകരിച്ചു പോകുന്നു? അത് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ പ്രാഥമിക ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രഖ്യാപനവും കാര്യങ്ങളും എല്ലാം പിന്നീട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു ജില്ലയിൽ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എന്തായാലും പാലക്കാട് ജില്ലയിലെ അസംതൃപ്തരായ നിരവധി ആളുകളുടെ പിന്തുണ ഈ പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുണ്ട്. ആ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം ഈ അസംതൃപ്തരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണെങ്കിൽ അതൊരു വലിയ ശക്തിയായിട്ട് മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ, എല്ലാവരെയും, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതേ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പാർട്ടി രൂപീകരിക്കുന്നത്. ഞങ്ങളുടെ സമാനമായ ചിന്താഗതിക്കാരായ സമാന ചിന്താഗതിയിൽ പ്രവർത്തിക്കേണ്ട എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രീതിയിൽ ഒരു പാർട്ടി. CPI എന്നൊന്നുമില്ല. ഞങ്ങളുടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കണമെന്നാണ് ആലോചിക്കുന്നത്. അതാണ് അസംതൃപ്തരായിട്ടുള്ള ആളുകൾ. വിമതരല്ല, അസംതൃപ്തരാണ്. അസംതൃപ്തരാക്കി വെച്ചിരിക്കുകയാണ് കുറേ പേരെ. അതിനൊരു പരിഹാരവും കാണുന്നില്ല. ആയിക്കോട്ടെ, കൊഴിഞ്ഞാൻ പറയുന്നത് കാണാം, അങ്ങനെ ആവും.